അവളും അവളുടെ ഒരു ഫോണും ഉണ്ടല്ലോ. എടേ നീ ആരടി ദേവതയോ? നിന്നെ ഉണ്ടല്ലോ. എടേ നീ എന്നെ വിളിക്കണ്ടാ. ഇത്തിരി വെള്ളമില്ല. എന്താ പറ്റിയേ? മിണ്ടല് നീ. ഞാനോ? നീയല്ല അവള്. എവള്? നീ ഇന്ന് രാവിലെ വെച്ചിട്ടുണ്ടോ? നിനക്ക് എന്താ പറ്റിയേ? നീ ഇവിടെ ഇരുന്ന് അവിടെ പെണ്ണിനെ പഠിക്കൂല. പറ സമാധാനത്തോടെ എന്താ പറ്റി? അവളെ ഉണ്ടല്ലോ. അവളെയോ? അവളെയല്ല അവളെ അവളെ ഞാനും അവള് നമ്മളെ ഇഷ്യൂ നിനക്ക് അറിയാവുന്നല്ലേ? എടാ എനിക്കറിയാലോ. ഒരാഴ്ച ഞങ്ങൾ സംസാരിച്ചിട്ട്. അടുത്തത് എന്നിട്ട് അവള് വിളിച്ചു. വിളിച്ചില്ലേ? വിളിച്ചു. എന്നിട്ട് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകാൻ നേരത്തെ വിളിക്കാന്ന് പറഞ്ഞു. എന്നിട്ട് വിളിച്ചു. എന്നിട്ട് ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ട് വിളിക്കാന്നും പറഞ്ഞു. എടാ അതായത് ഈ സാരി ഒക്കെ ഉടുത്ത് ഇങ്ങനെ ഉടുത്തൊരുങ്ങി പോകുമ്പോൾ സമയം എടുക്കും. ശരിയാ. ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ട് വിളിച്ചിട്ട് എന്നിട്ട് പറയാ ബസ്സിൽ കേറിയിട്ട് വിളിക്കാമോ. എടാ അതായത് ഇപ്പൊ ബസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോ കൈ കാണിക്കണം. എന്തൊക്കെ പെടുന്ന പോയാലോ? ബസ്സിൽ കേറിയിട്ടും വിളിച്ചു. ബസ് കേട്ടും വിളിച്ചു. എന്നിട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് വിളിക്കാമോ. എടാ അതായത് ഇപ്പൊ കണ്ടക്ടർ പൈസ കൊടുക്കണം, അതിന്റെ ഫോൺ വിളിക്കണം. അവൻ നടക്കുന്ന കേസിൽ അതായിരിക്കും ഡ്യൂട്ടി കേറിയിട്ട് വിളിക്കാം. എടാ പെട്ടെന്നൊരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് നേഴ്സിന് ആവശ്യം പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഒക്കെ പോകണ്ടല്ലേ? പിന്നെ എന്താ പറഞ്ഞറിയാം? എന്താ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വിളിക്കാമോ. ഡ്യൂട്ടിയില് മെയിൻ ഇതൊക്കെ കഴിഞ്ഞു വരുമ്പോഴത്തേക്കും രാവിലെ സമയം എത്രയായി? സമയം ഏകദേശം 6 മണിയൊക്കെ ഉണ്ടാവും. എന്നിട്ട് പറഞ്ഞ എന്താണെന്നറിയോ? എന്താ വീട്ടിൽ വന്നിട്ട് വിളിക്കാമോ. എടാ അവള് ആ ക്ഷീണിച്ചൊക്കെ വരുമ്പോ അതിന്റെ ഒരു ഇതുണ്ടാവൂലേ? ഓക്കെ. നമ്മള് ആണുങ്ങള് വെയിറ്റ് ചെയ്യണം. ശരി, വീട്ടില് വന്നല്ലോ. വീട്ടിൽ വന്നിട്ട് പറഞ്ഞ ഇവളെ എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേ? ഞാൻ നാളെ രാത്രി ഡ്യൂട്ടിക്ക് പോവാൻ നേരത്തെ വിളിക്കാന്ന്. ഇതെന്താ അന്ത്യമല്ലേ? ഇതിനാണോ അവൾ വിളിച്ചോണ്ടിരുന്നേ? നീ കണ്ടിട്ട് നോക്കിയേ, ഉറങ്ങിയിട്ടുണ്ടോ ഞാൻ? അങ്ങനെ അവള് പറയാൻ വേണ്ടണം, അവള് പറഞ്ഞാൽ ചാറ്റ് ചെയ്യണം. എന്റെ അവൾക്ക് വേണ്ടി അവള് എന്താ ഇതൊക്കെ? എന്ത് നിനക്ക് എന്റെ കാര്യം അറിയാലോ? അറിയാം. ബ്രേക്കപ്പ് ആണെന്നും പറഞ്ഞ് കഴിഞ്ഞ ആഴ്ച ഇന്നലെ വിളിച്ചിട്ടൊന്ന് പാച്ചപ്പ് ആവുന്നും പറഞ്ഞു.